നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ജിയോ, എയർടെൽ, VI എന്നിവർ അടിക്കടി ഇൻ്റർനെറ്റ് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾ 2GB ഉപയോഗിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് നമുക്ക് നെറ്റ് എങ്ങനെ രാത്രി വരെ നമുക്ക് തീരാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് 2-3 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഈ 2-3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് വളരെയധികം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ നമ്മൾ സെർച്ച് ബാർ ഓപ്ഷനിൽ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വൈഫൈ സ്കാനിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എൻ്റെ ഫോണിൽ വൈഫൈ സ്കാനിങ് ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നുള്ള 2 പാർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് ചിലപ്പോൾ ഒരു സെക്ഷനായിട്ടാണ് കാണുക. അപ്പോൾ ഞാനിവിടെ അത് വൈഫൈ സ്കാനിങ് എന്നുള്ള ബാർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ബ്ലൂടൂത്ത് എടുക്കുന്നു. എന്നിട്ട് അത് വീണ്ടും ഡിസേബിൾ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നമുക്ക് 2 ഉപകാരമുണ്ട്. നമ്മുടെ ബാറ്ററിയും അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റയും പെട്ടെന്ന് തീരുന്നത് നമുക്കിവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 സെറ്റിങ്സും നിങ്ങൾ എന്തായാലും പരമാവധി ഓഫ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് ഡാറ്റ യൂസേജ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെറ്റിങ്സാണിത്. ഡാറ്റ യൂസേജ് ബൈ ആപ്സ്, ഇത് നമ്മുടെ ആപ്പുകൾ എത്രത്തോളം ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റെ ഫോണിൽ ഡാറ്റ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. പലരുടെയും ഫോണിൽ വ്യത്യാസമുണ്ടായിരിക്കാം. നിങ്ങൾ പരമാവധി സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഡാറ്റ മാനേജ്മെൻറ്റിലേക്ക് പോകുന്നു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വൈഫൈ ഡാറ്റ യൂസേജ് അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസേജ് എന്നുള്ള ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഞാൻ വൈഫൈ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എനിക്ക് വൈഫൈ ഡാറ്റ യൂസേജ് എന്നിവിടെ കാണിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും 1 മന്ത് 41.24 GB യൂസ്ഡ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് എനേബിൾ ആണെങ്കിൽ നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എനേബിൾ ആണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓഫ് ചെയ്താലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്രവർത്തിക്കുകയും നമ്മളുടെ ഡാറ്റ അത് ലോസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമില്ലാത്ത ആപ്പുകളാണെങ്കിൽ നമുക്കിത് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളായ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവ ഇതേപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഡിസേബിൾ ചെയ്യണമെന്നില്ല. അത്യാവശ്യമുള്ളവർ മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ സെറ്റിങ്സ് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. നമുക്ക് 2GB ഉപയോഗിക്കുന്നവരാണെങ്കിലും 1.5 GB ഉപയോഗിക്കുന്നവരാണെങ്കിലും നമുക്ക് കുറേ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം എബൌട്ട് ഫോൺ എന്നുള്ളൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ നമുക്കിവിടെ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മളിവിടെ 4 തവണ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്നോട് ഇവിടെ പാസ്വേഡ് ചോദിച്ചത്. നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ചോദിക്കില്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാം യു ആർ നൗ ഡെവലപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഡെവലപ്പർ ഓപ്ഷൻ ഓണായി. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴേക്ക് വന്നതിന് ശേഷം ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഡിസേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ 3 സെറ്റിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിങ്സാണ്. ഈ 3 സെറ്റിങ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ഡാറ്റ സേവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക് യു.